വയനാട് കൽപ്പറ്റ പൊടാർ എസ്റ്റേറ്റിൽ കടുവ ചത്ത നിലയിൽ. ജഡത്തിന് ആഴ്ചകളുടെ പഴക്കമുണ്ട്. പെരുന്തട്ട ചുണ്ട മേഖലയിൽ ഇറങ്ങിയ കടുവയാണ് ചത്തത് എന്നാണ് സംശയം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട് കാണാം. ഓടത്തോട് പോടാർ പ്ലാന്റേഷന്റെ കാപ്പിത്തോട്ടത്തിനകത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഏറെ പഴക്കം ചെന്ന നിലയിലാണ് ഈ കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ മേഖലകളാണ്. ഇതിനടുത്താണ് പെരുന്തട്ട, കുന്നമ്പറ്റ, അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ, ചുണ്ട അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ നേരത്തെ കടുവയുടെ ശല്യമുണ്ടായിരുന്ന പ്രദേശമാണ്. ഒരു കടുവയും 3 കുട്ടികളും വന്ന ചുണ്ട എന്ന് പറയുന്ന ആ എസ്റ്റേറ്റ് ഭാഗം ഇതിനോട് അടുത്ത് ഉള്ള പ്രദേശമാണ്. ഇവിടെ കടുവയുടെ ശല്യം നേരത്തെയുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മാത്രമല്ല ഈ കടുവകൾ പിടികൂടാൻ വലിയൊരു കൂടും നേരത്തെ വനംവകുപ്പ് ഒരുക്കിയതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കടുവ ചത്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ തൊഴിലാളികളാണ് ഈ കടുവയെ കണ്ടത്, കടുവയുടെ ജഡം കണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റു നടപടികളിലേക്ക് എങ്ങനെയാണ് ചത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവുകയുള്ളൂ. ഇവിടെ ജനപ്രതിനിധികളും ജനങ്ങളും ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് ഇന്ന് ഉച്ചയോടടുത്ത് ഈ ഓടത്തോട് എസ്റ്റേറ്റിൽ കാപ്പി പറിക്കാമെന്ന തൊഴിലാളികളാണ് ആദ്യമായിട്ട് കടുവയുടെ ജഡം കണ്ടത്. കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പെരുന്തട്ട, ആനപ്പാറ, കുന്നമ്പറ്റ മേഖലകളിലൊക്കെ ജനങ്ങൾക്ക് ഭീതി ആക്കിക്കൊണ്ട് നടന്ന ഈ കടുവ തന്നെയാണെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. പക്ഷേ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഏതാണെന്ന് റേഞ്ചർ അടക്കമുള്ളവർ വരുന്നുള്ളൂ. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാവുക. ഇത് സ്ഥിരമായിട്ട് ഈ പെരുന്തട്ട എസ്റ്റേറ്റിലേക്ക് കടുവ ക്രോസ് ചെയ്യുന്ന പ്രദേശമാണ്. നമ്മൾ നിരന്തരം ഫോറസ്റ്റുകാരോട് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഫോറസ്റ്റുകാർക്കും അറിയാവുന്ന കാര്യമാണ്. കൂട്ടമുണ്ട KSCBയോട് ചേർന്ന കൂട്ടമുണ്ട എസ്റ്റേറ്റിലാണ് ഈ കടുവ അടക്കമുള്ള 4 കടുവ, ഞങ്ങൾ പറയുന്ന 4 കടുവയോളം ആ മേഖലയിൽ, നമ്മൾ 3 കടുവ എന്ന ആനപ്പാറയിൽ കണ്ട 3 കടുവ അടക്കം ഈ ഒരു കടുവയും 4 കടുവയോളം ക്യാമ്പ് ചെയ്യുന്ന സ്ഥിരമായിട്ട് ഈ കൂട്ടമുണ്ട സബ്സ്റ്റേഷന് പുറകിലുള്ള കൂട്ടമുണ്ട എസ്റ്റേറ്റിലാണ്. ആ കൂട്ടമുണ്ട എസ്റ്റേറ്റിൽ നിന്നാണ് ഇത് സ്ഥിരമായിട്ട് ഇതുവഴി ക്രോസ് ചെയ്തിട്ട് പെരുന്തട്ട, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗങ്ങളിലൊക്കെ പോയിട്ട് വളർത്തുമൃഗങ്ങളെയൊക്കെ ആക്രമിച്ചത് ഈ കടുവ തന്നെയാണെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. ആ കടുവ തന്നെയാണെങ്കിൽ ജനങ്ങളുടെ വലിയൊരു ആശങ്ക ഇതോടുകൂടി പരിഹാരമായിട്ട്. എന്തായാലും കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നടക്കും. അതിനുശേഷം മാത്രമേ എന്താണ് ഇതിൻ്റെ മരണത്തിൻ്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല നിരന്തരം കടുവ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ആളുകളെ സംബന്ധിച്ച് വളർത്തുമൃഗങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഒരവസ്ഥ കൂടി ഈ പ്രദേശത്തുണ്ട്. ഇവിടെ മാത്രമല്ല തൊട്ടടുത്ത് വൈത്തിരി വരെ പല ഇടങ്ങളിലും കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള, ലക്കിടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അടുത്തിടെ കടുവയെ കണ്ടു എന്നുള്ള തരത്തിൽ പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.